ഏരിയയാണ്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. എനിക്ക് മഹത്തായ ബിസിനസ് അവസരം പരിചയപ്പെടുത്തത് ഇന്നത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ സീറ്റ് കർമ്മത്തിന്റെ അടിയ ശിവദാസ് സാറാണ്. അദ്ദേഹത്തിന് നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിച്ച ദൈവത്തിന് ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ കേട്ട ഉടനെ ഏറ്റെടുത്ത വ്യക്തിയല്ല. ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് സമയമില്ല എന്നാണ്. അതായത് രാവിലെ വീട്ടിൽ 7 മണി 8 മണിയാകുമ്പോൾ വണ്ടി എടുത്തിറങ്ങും, രാത്രി 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്താൻ. അതുകൊണ്ട് തന്നെ സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന വ്യക്തിയാണ്. ആ സമയത്തേക്ക് ഇന്നത്തെ കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ സന്ന മേഡം എന്നിവർ കാണുന്നത്. മേഡം കുറച്ച് കാര്യങ്ങളെ ചോദിച്ചു എത്ര വർഷമായി പണിയെടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 18 വർഷമായി. എന്നിട്ട് ബാങ്ക് ബാലൻസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാങ്ക് ബാലൻസ് ഇല്ല, വീട് വെച്ചവിടെ തിലങ്കേരി ഗ്രാമീണ വീട് 4 ലക്ഷം രൂപ കടാണിടത്. ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് പറഞ്ഞു. അടുത്ത ചോദ്യം മക്കളില്ലെന്നാണ്. ഞാൻ പറഞ്ഞു എന്ത് 2 ആളുണ്ട്. അപ്പൊ അവരെ ഭാവിയിൽ പഠിപ്പിച്ചെന്തും ആക്കണമെന്ന് ആഗ്രഹമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതൊരു അച്ഛൻ്റെ അമ്മേൻ്റെ ആഗ്രഹം ആയിരിക്കില്ലേ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കുവാനുണ്ട്. എനിക്കും ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു +2 വരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ ചെലവൊന്നും വരില്ല, ജീവിച്ചു കൊണ്ടോട്ട് അതുകൊണ്ട് നടക്കും. പക്ഷെ +2 ഒക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഇന്ന് നിങ്ങൾ പുറമെ അന്വേഷിക്കും എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കണമെങ്കിൽ പോലും 15 ലക്ഷം രൂപ വേണ്ടി വരും. ആ കുട്ടിക്ക് MBBS ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 50 ലക്ഷം ഒക്കെ വേണ്ടി വരുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഇനി എത്ര വർഷം ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുമെന്ന്. ഇതുവരെ എന്നോട് ആരും ചോദിക്കാത്ത ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തിന്റെ കുറേ സമയം നോക്കി നിന്നു. അപ്പൊ അതിനുശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ ആയുസൊന്നുമല്ല പറഞ്ഞത്, നിങ്ങളെല്ലാ ജീവിതത്തിൽ ആദ്യമായി ഓട്ടോറിക്ഷ എടുക്കുന്നത് നിങ്ങൾ മുമ്പേ കുറേ ആൾ ഇത് ഓടിച്ചു പോയിട്ടുണ്ട്. അവരുടെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പറഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത് ഒരു 65 വയസ്സുകളിലേക്കാണ് ഓരോരുത്തർ ആ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. അതിൽ കഴിഞ്ഞും പിന്നെ നടുവേദന, കണ്ണുകാട് കുറവ്, ഇങ്ങനെ ഓരോ പ്രശ്നം പറഞ്ഞ് വീട്ടിൽ കുത്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്കും അതേ കിട്ടൂ എന്നുള്ളതാണെന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ചോദിച്ചു, ഒരു മാസം എല്ലാ ചെലവും വെച്ചിട്ട് 10,000 രൂപ ബാക്കിയാകുന്നുണ്ടോ? 10,000 രൂപ ബാക്കിയാകുന്നുണ്ടെങ്കിൽ അതൊരു വർഷം വെച്ചാൽ 1,20,000 രൂപയിലായിരിക്കും. അത് 10 വർഷം വെക്കുവാണെങ്കിൽ 12 ലക്ഷം ഉണ്ടാവുന്നതിന്റെ കാര്യം പറഞ്ഞു തന്നു. അപ്പോഴാണ് മനസ്സിലായത് അല്ലെ, ഒരു കാര്യം 2 മക്കളെ പഠിപ്പിക്കേണ്ടി ഇത്ര വേണമെന്ന് മനസ്സിലായപ്പോ സമയമില്ല എന്ന് പറഞ്ഞ് ഓടിയിട്ടൊന്നും കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രേ ചിന്തിക്കാനുള്ളൂ. ഗൾഫിൽ പോകണമെങ്കിൽ വിമാനത്തിലോ കപ്പലിലോ കയറിയാലേ ഗൾഫിലെത്തും. KSRTC ബസ് കയറി ഇരുന്നിട്ട് ഗൾഫിലെത്തും വിചാരിച്ചിട്ട് കാര്യമില്ല. അവർ തിരിച്ചറിവ് മനസ്സിലാക്കിയപ്പോഴാണ് നെഞ്ചോട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതുകൊണ്ടൊന്നും സംഭവിച്ചു. ആദ്യമായിട്ട് 10,000 രൂപയുടെ മൊബൈൽ ഫോണാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. പിന്നെ 10ാം ക്ലാസ് ഗൾഫിൽ വയ്ക്കാൻ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല. പക്ഷെ 43,000 രൂപ വരുന്ന ലാപ്ടോപ്പ് ഈ കൈകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കാലം 3 വർഷത്തിന് മേലെ ഓടിച്ചു പോകുന്നില്ലേ. അപ്പൊ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും